വയനാട്ടിൽ നേരത്തെ എത്തിയ കാലവർഷത്തിൽ കണ്ണീര് കുടിച്ച കർഷകർ. നേന്ത്രവാഴ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. മഴ തുടങ്ങി ആദ്യത്തെ ആഴ്ച തന്നെ 242 ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചതെന്ന് കൃഷിവകുപ്പ് കണക്കുകൾ പറയുന്നു. നേരത്തെ എത്തിയ കാലവർഷത്തിൽ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് നേന്ത്രവാഴ കർഷകരാണ്. ജില്ലയിലാകെ 22 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ കർഷകർ യഥാർത്ഥത്തിൽ നേരിട്ട നഷ്ടം അതിലും എത്രയോ മടങ്ങാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 242.74 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 2259 കർഷകർക്ക് നഷ്ടമുണ്ടായി. 3,53,850 കുലച്ച വാഴകൾ കാറ്റിലും മഴയിലും നശിച്ചു. വിളവെടുപ്പിന് പാകമായ 92 ഹെക്ടർ പുഞ്ചകൃഷിയും വെള്ളം കയറി നശിച്ചു. ജൂൺ ആദ്യവാരം മഴ തുടങ്ങുന്നതിന് മുൻപ് കുലവെട്ടാനിരുന്ന വാഴ കർഷകരാണ് നേരത്തെ എത്തിയ മഴയിൽ ഏറ്റവും പ്രതിസന്ധിയിലായത്. ആയിരക്കണക്കിന് കുലച്ച നേന്ത്രവാഴകൾ വീണുപോയി. വയലിൽ വെള്ളം കയറിയിറങ്ങിയതോടെ കുലകൾ വാടി ഒടിഞ്ഞു വീഴാനും തുടങ്ങി. 5 ഏക്കർ വയൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് ഇപ്പോൾ ഈ മെയ് മാസത്തിൽ പെയ്ത മഴയിൽ കംപ്ലീറ്റ് വെള്ളം കയറി കൊലമുട്ട വെള്ളമായിട്ട് കംപ്ലീറ്റ് ഇപ്പം വെള്ളം ഇറങ്ങിപ്പോയതിനു ശേഷം വെയിൽ വന്നല്ലോ. അതിനുശേഷം കംപ്ലീറ്റ് വാഴയിലയും പഴുത്തിട്ട് കൊല സ്വയം താഴേക്ക് വീഴുക, വയലിലേക്ക് വീഴുക, ഫുള്ളായിട്ട് വാടിപ്പോയി. മുൻ വർഷങ്ങളിലെ കൃഷിനാശത്തിന്റെ ഇൻഷുറൻസ് തുക പോലും വാഴ കർഷകർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. ഏകദേശം 10-12 ലക്ഷം റുപ്യ ബാങ്ക് ലോണാണിത്. KSF അങ്ങനത്തെ കുറിയൊക്കെ വിളിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടവ് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് അറിയില്ല. കാരണം അത്രയും കൃഷി ഇറക്കിയത് കൊണ്ട് നമ്മൾ പാട്ടത്തിനെടുത്തിട്ടാണല്ലോ. കൃഷി വകുപ്പുകാർ വന്ന് നോക്കി അവർ പോയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഇൻഷുർ ചെയ്തിട്ട് അതിൻ്റെ പൈസ നമുക്ക് കോട്ടത്തറ പഞ്ചായത്തിൽ കുറച്ച് നഷ്ടപ്പെട്ടു. ഇത്രയും ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. കാലവർഷം നേരത്തെ എത്തിയതോടെ നേന്ത്രക്കുലയുടെ വിലയിലും വലിയ ഇടിവാണ് ഉണ്ടായത്. ഇതും കർഷകർക്ക് ഇരുട്ടടിയായി. മാതൃഭൂമി ന്യൂസ്, വയനാട്.